പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോയിലേറെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുക ധനികനായ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അവൻ കർത്താവിനെ സ്വീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ, അവന്റെ വഴിയെ ചെല്ലുവാൻ ആഗ്രഹിക്കുകയാണ്, അവനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ സമ്പത്ത് അവനൊരു തടസ്സമാണ്. കാരണം കർത്താവിനെ അനുധാവനം ചെയ്യണമെങ്കിൽ തനിക്കുള്ളതിനെ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ മനസ്സ് വേദനിക്കുന്ന ഒരു ധനികനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ഈശോയെ അനുഗമിക്കുന്നതിന് തടസ്സമല്ല, പക്ഷെ തൻ്റെ സമ്പത്ത് പങ്കുവെച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥ അനുഗമനം സാധ്യമാവുക. ഇല്ലെങ്കിൽ നമുക്ക് വാക്കുകൊണ്ട് പറയാം ഞാൻ ഈശോയെ അനുഗമിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സമ്പത്തൊന്നും പങ്കുവെക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൽ വലിയ അർത്ഥമില്ല. അതേസമയം ഞാൻ എനിക്കുള്ളവയെ പങ്കുവെച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ ഈ പങ്കുവെക്കുന്ന സ്നേഹത്തിലൂടെ ഈശോ ജീവിക്കും. അതുപോലെ തന്നെ പത്രോസ്ലീഹ ഇവിടെ പറയുന്നത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അപ്പോൾ ഈശോ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവരാജ്യത്തെ പ്രതി എന്തുപേക്ഷിച്ചാലും, ഭാര്യയോ മക്കളോ മാതാപിതാക്കന്മാരോ സമ്പത്തോ ആരോഗ്യമോ എന്തുപേക്ഷിച്ചാലും അതിന് പ്രതിഫലം 100 ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഈ വചനങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ധാരാളമായി സമ്പത്തിൽ മാത്രം നിലകൊള്ളുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാകാതെ സ്വയം കർത്താവിന് വേണ്ടി ഇറങ്ങി ചെല്ലുവാനുള്ള കൃപ, കർത്താവിന് വേണ്ടി സ്വന്തമായവനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഉപേക്ഷിക്കുവാനുള്ള കൃപ, പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിന് കുരിശിൽ എല്ലാം ഉപേക്ഷിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി കുരിശിൽ മരിച്ച കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക